വിഴിഞ്ഞം അന്തർദേശീയ തുറമുഖം വലിയൊരു സ്വപ്നമായിരുന്നു. അത് ഏതാണ്ട് യാഥാർത്ഥ്യമായി എന്ന് നമുക്കിപ്പോൾ പറഞ്ഞു വെക്കാം. പക്ഷേ ഇവിടെ വരുന്ന ഈ കണ്ടെയ്നറുകളിൽ ഏതാണ്ട് ഒരു 16% റോഡ് മാർഗം കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ ഔട്ടർ റിംഗ് റോഡിൻ്റെ നിർമ്മാണമൊന്നും പൂർത്തിയായിട്ടില്ല. എങ്കിലും ഇനി ഇത്രയും വലിയൊരു വികസനത്തിലേക്ക് നമ്മൾ പതുക്കെ നടന്നെടുത്തു. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ജോലി സാധ്യതയൊക്കെ ഉണ്ട്. എങ്ങനെയാണ് അതിനെ കാണാൻ പറ്റുക? അല്ല, പെട്ടെന്ന് നമുക്ക് വലിയ വികസന സാധ്യതകൾ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പശ്ചാത്തല സൗകര്യമുള്ള ഒരു സംസ്ഥാനമല്ല കേരളം എന്നുള്ളത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള പരിമിതിയാണ്. ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ തോതിൽ സാമ്പത്തിക ഞെരുക്കമുണ്ട്. ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒന്നും ഈ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി പണം നൽകാനായിട്ട് അല്ലെങ്കിൽ മാറ്റിവെക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ വലിയ കണ്ടെയ്നറുകളിൽ എത്തിച്ചേരുന്ന ചരക്ക് കൊണ്ടുപോകുന്നതിന് 2 മാർഗങ്ങളാണ് പ്രധാനമായിട്ടും കണ്ടുവച്ചിട്ടുള്ളത്. ഒന്ന്, റോഡ് മാർഗം ഏതാണ്ട് 15% ചരക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ കഴിയും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ബാക്കി റെയിൽ മാർഗം കൊണ്ടുപോകുക എന്നുള്ളത്. അതിന് ബാലരാമപുരത്തേക്ക് ഒരു ഭൂഗർഭ റെയിൽ പദ്ധതിയാണ് സ്വപ്നത്തിൽ ഉള്ളത്. അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് കൊങ്കൺ റെയിൽവേയുമായിട്ട് നമ്മൾ കരാർ ഒപ്പിട്ടു എന്നുള്ളതാണ് അതിനകത്ത് പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ്. പക്ഷേ കരാർ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള സമ്പത്ത് ഒഴുക്കാൻ കഴിയുന്നില്ല. എന്നുവെച്ചാൽ ഫണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ. അടിയന്തരമായിട്ടത് കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രമാണ് ഇതൊരു സ്വപ്ന പദ്ധതിയായിട്ട് മാറിത്തീരുകയും സ്വപ്നം വിരികയും ഏതാണ്ട് 5500-ലധികം പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയും എന്നാണ് കഴിഞ്ഞ ദിവസം കരൺ അദാനി പറഞ്ഞത്. പക്ഷേ അത് എത്രത്തോളം സാക്ഷാത്കരിക്കാൻ നമുക്കറിയില്ല. ഇനി അങ്ങനെ സംഭവിച്ചാൽ തന്നെ അതിൻ്റെ പകുതിയോളം ഏതാണ്ട് 2500 മുതൽ 3000 വരെ തൊഴിൽ അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് നൽകും എന്ന് പറഞ്ഞാൽ അതിനകത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് ഞാനും കണക്കാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാനും കൃത്യമായിട്ട് നിർവഹിക്കപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഫലം എത്രയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. ഇപ്പോൾ നമ്മൾ നേരെ കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊച്ചിയിൽ പുതിയ കണ്ടെയ്നർ ടെർമിനലൊക്കെ വന്ന സമയത്ത് അവിടെ നിന്ന് ചരക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു പാലം പണിതിട്ടുണ്ട്. എനിക്ക് വന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു പാലം അതായിരിക്കും. വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പോകുന്ന ഒരു പാലം കണ്ടുകൊണ്ടായിരിക്കും അല്ലേ, തീവണ്ടി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തീവണ്ടിക്ക് പോകാൻ വേണ്ടി ഉണ്ടാക്കിയ ആ പാലത്തിലൂടെ എത്ര പ്രാവശ്യം തീവണ്ടി പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് നിർത്താവുന്നേ ഉള്ളൂ. ഇപ്പോൾ തീവണ്ടി ഒന്നും അതിൽ പോകാറില്ല. എന്നുവെച്ചാൽ 500 കോടിയിലധികം രൂപ ചെലവഴിച്ച് പണിത ആ പാലം വെറുതെ ചുമ്മാ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭരണാധികാരികൾ അവരുടെ ഭാവനയ്ക്കനുസൃതമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഫലപ്രാപ്തിയിലെത്തണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഇച്ഛാശക്തി എന്ന് പറയുന്നവർ കാണിക്കേണ്ടത് ആവശ്യമാണ്. ആ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഈ ഔട്ടർ റിംഗ് റോഡും അതേപോലെ തന്നെ ഭൂഗർഭ റെയിൽവേയും ഒക്കെ സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ. അത് യാഥാർത്ഥ്യമായാൽ മാത്രമാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിൽ കേരളത്തിന് മികവുണ്ടാക്കുന്ന ഒരു പദ്ധതിയായിട്ട് മാറിത്തീരുകയും. എന്തായാലും ഈ മദർഷിപ്പ് എന്ന് പറയുന്നത് കൊളംബോയിലും സിംഗപ്പൂരിലും ഒക്കെ അടുത്തുകൊണ്ടിരുന്ന മദർഷിപ്പുകളാണ് ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് വരുന്നത്. അതൊരു വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യം മാത്രമാണ്. മാത്രമല്ല ഈ വിഴിഞ്ഞം ഇത്രയും രീതിയിൽ വികസിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കപ്പലുകൾ മാത്രം പോരല്ലോ, ഈ ടൂറിസ്റ്റുകളെയും കൊണ്ട് വരുന്ന ക്രൂയിസുകളൊക്കെ ഉണ്ടല്ലോ, അതിനുമൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്ന് അടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഒരു തുറമുഖം വരുമ്പോൾ ആ പ്രദേശം ടൂറിസം മേഖലയിലും വലിയ വികസനത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൂടെ ഈ ഭരണാധികാരികൾ ശ്രദ്ധ വെക്കേണ്ടതല്ലേ? അല്ല, ഇങ്ങനെ ഒരു പദ്ധതി വെച്ച് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സാധ്യതകൾ ടൂറിസം മേഖലയിൽ എന്തെല്ലാം സാധ്യതകളുണ്ട് അതിനനുസരിച്ച് അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂറിസം പദ്ധതികൾ കൊണ്ടുവരും. എല്ലാത്തിനും പണം ആവശ്യമാണ്. പണം കണ്ടെത്തലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൂടെ ഈ ഭാവന, നമ്മൾ പറയുന്ന ഭാവന സാക്ഷാത്കരിക്കാനായിട്ട് ശ്രമിച്ചാലാണ് ടൂറിസം പദ്ധതി പോലെയുള്ളതായിട്ടുള്ള സംവിധാനങ്ങൾ വികസിക്കുകയുള്ളൂ. കാരണം കേരളത്തിൻ്റെ പച്ചപ്പിലേക്ക് എനിക്ക് തോന്നുന്നു യൂറോപ്പിന് മുഴുവനും കടന്നിറങ്ങാനായിട്ട് ആഗ്രഹമുണ്ടെന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്. ഇതൊന്നും വരുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് കോവളത്തേക്കൊക്കെ എത്രയോ ടൂറിസ്റ്റുകളാണ് വന്നിട്ടുള്ളത് അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ ആ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ടൂറിസത്തിൻ്റെ വലിയ ഒരു വികസന മേഖല തന്നെയാണ് എന്ന് ഇതിക്ക് മുമ്പ് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. വർക്കല മുതൽ എനിക്ക് തോന്നുന്നു കോവളം വരെയുള്ള പ്രദേശങ്ങൾ ഇങ്ങനെയുള്ള വലിയ ഒരു സാധ്യതകളാണ്. അപ്പോൾ അത് വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തതിൻ്റെ ടൂറിസത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിന് ഇപ്പം ഇത്തരം നടപടികളൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രധാന ആരോപണം ഉയരുന്നത്, ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് എത്ര ഉദ്ഘാടനം നടത്തുന്നു. ആദ്യം പദ്ധതിക്ക് തറക്കല്ലിടുന്നു, പിന്നെ അതിൻ്റെ ഉദ്ഘാടനം, മറ്റ് ചടങ്ങുകൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത്, പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഉദ്ഘാടനം മഹാമഹമാണ്, ഇത് 1ാം ഘട്ടമാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്താ ഇതിൽ കൂടെ ആളുകൾ അല്ല, നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ
വളരെ മോശമായിട്ടുള്ള ചില സാക്ഷ്യങ്ങളാണ് ഇത് ശരിക്കും പറഞ്ഞത്. ഒരു മന്ത്രിസഭ ഇപ്പോൾ കുറേ നാളായിട്ട് പിണറായി സർക്കാർ മാത്രമാണ് നിലനിൽക്കുന്നത്. മറ്റൊന്നും അങ്ങനെയല്ല. ഒരു 5 വർഷം കഴിയുന്ന സമയത്ത് സർക്കാരുകൾ മാറും. അപ്പോൾ ഒരു സർക്കാർ ഇതിൻ്റെ കാലത്ത് ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്ത് അടുത്ത സർക്കാർ വരുമ്പോൾ അവർ വീണ്ടും ഉദ്ഘാടനം ചെയ്യും. ഒരു നാണമില്ലാത്ത പരിപാടിയാണ്. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞങ്ങൾ നടത്തുന്ന പരിപാടിയാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടും അതിലൂടെ പ്രചരണത്തിൻ്റെ വലിയൊരു മൈലേജ് സൃഷ്ടിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനമാണ്. അതിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ വളരെ അപകടം പിടിച്ചതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പദ്ധതി, അതിന് ഒരു ഉദ്ഘാടനം, അതല്ലാണ്ട് 3 മാസത്തിലൊരിക്കലും ഇങ്ങനെ സ്ഥിരമായിട്ട് ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരുന്നാൽ ആ ഉദ്ഘാടനത്തിന് ഒരു പ്രസക്തിയില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. ഇനി പല പ്രാവശ്യം ഇത് ഉദ്ഘാടനം നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഈ ഗവൺമെൻറ് മാറി വേറെ ഗവൺമെൻറ് എന്നാൽ അവർ വീണ്ടും ഈ നടത്തിയ ഉദ്ഘാടനങ്ങളൊക്കെ വീണ്ടും നടത്താനുള്ള സാധ്യതയുണ്ട്. അത് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ളൊരു വശമായിട്ടാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. ഈ വിഴിഞ്ഞം പദ്ധതി വരുമ്പോൾ ആദ്യം എതിർത്തത് CPM ആണ്. കാരണം അവിടെ ചൂഷണം നടക്കുന്നു, അത് ശരിയായ രീതിയിലായിരിക്കില്ല, മാത്രമല്ല ചൈനീസ് ഷിപ്പ് കമ്പനിക്ക് ഈ കരാർ നൽകിയില്ല എന്നൊക്കെ പറഞ്ഞ് എതിർത്തു. ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നു ഞങ്ങൾ അന്ന് എതിർത്ത് ഇന്ന കാരണങ്ങളുകൊണ്ടാണ്, പക്ഷേ ഇതിപ്പം ഞങ്ങളുടെ സർക്കാരിൻ്റെ വലിയ നേട്ടമാണെന്നൊക്കെ പറയുന്നു. പക്ഷേ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയായിരുന്നു ഇതിന് ആർജവത്തോടെ നിലനിന്നത്. MV രാഘവൻ എന്ന് പറയുന്ന തുറമുഖ വകുപ്പ് മന്ത്രിയും ഇതിന് വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത. പക്ഷേ ഇവരുടെ പേരുകളൊന്നും തന്നെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പരാമർശിച്ചില്ല. അതൊരു വലിയ അടിയായില്ലേ? പിന്നീട് അതൊരു കോൺഗ്രസ്സുകാരൊരു വിവാദമാക്കി മാറ്റുകയും ചെയ്തു. അല്ല, അവരുടെയൊക്കെ പേരുകൾ പറയേണ്ടതാണ്. കാരണം ഒരു പദ്ധതി ഒറ്റക്കൊരാളുടെ തലയിൽ വളർന്ന് വികസിച്ച് വരുന്നതല്ല. ഒരാൾ ചിലപ്പോൾ ആദ്യം ആ ഒരാശയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാകും. ഇത് എത്രയോ കാലമായി, എത്രയോ വർഷമായിട്ട് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിപുരാതനമായ കാലത്ത് നമുക്കുണ്ടായിരുന്ന വലിയൊരു തുറമുഖം, അതിനെ വീണ്ടെടുക്കുക, പുതുതാക്കുക, അതിൻ്റെ സാധ്യതകൾ കണ്ടെത്തുക. പ്രത്യേകിച്ച് ഈ അന്താരാഷ്ട്ര കപ്പൽച്ചാലുമായിട്ട് ഇതിൻ്റെ സാമീപ്യമാണ് ഇതിന് ഏറ്റവും വലിയ സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്നത്. വലിയ വലിയ മദർഷിപ്പുകൾക്ക് വരാനായിട്ടുള്ള സൗകര്യം. ഇതിൻ്റെ ഒരു ആശയം മുന്നോട്ട് വെക്കുന്ന സമയത്ത് അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന MV രാഘവനും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയായിരുന്നായിട്ടുള്ള ഉമ്മൻചാണ്ടിക്കുമൊക്കെ വലിയ അതിനകത്ത് അവരുടെ കോൺട്രിബ്യൂഷൻ വലുതാണ്. പക്ഷേ അവരെ കൊണ്ട് മാത്രം അത് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പിണറായി വിജയൻ സമയത്ത് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അതിൻ്റെ അകത്തുണ്ട്. എന്നുവെച്ചാൽ ഒട്ടനവധി ആളുകളുടെ കോൺട്രിബ്യൂഷൻസിലൂടെയാണ് ഒരു പദ്ധതി പൂർത്തീകരിച്ചു വരുന്നത്. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന വേളയിൽ അത് ഉദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ആരെല്ലാം അതിനകത്ത് പങ്കാളികളായിട്ടുണ്ടോ, അതെത്രമാത്രം പങ്കാളിത്തം അവർക്കുണ്ട്, അവരുടെ സംഭാവന എന്ത് എന്നത് സ്മരിക്കുക എന്ന് പറയുന്നത് സാമാന്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമാണ്. ആ മര്യാദകളൊക്കെ ലംഘിക്കപ്പെടുന്ന സമയത്താണ് അവരുടെ പേരുകളൊന്നും ഇല്ലാതിരിക്കുക, അവർ ഈ സംഭവമായിട്ട് യാതൊരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല എന്ന തരത്തിൽ പുതിയ ചരിത്രമാണ്. ചരിത്രം അങ്ങനെയാണ് ഇവർ നിർമ്മിക്കുന്നത്. ഇവർ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയക്കാരും ചരിത്രം അങ്ങനെ നിർമ്മിക്കും. CPM-നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം നെടുമ്പാശ്ശേരി വിമാനത്താവളം നിർമ്മിക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിലൂടെ ആയിരിക്കും ആദ്യം വിമാനം ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് നേതാവ് ആ പാർട്ടിക്കകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ വിമാനത്താവളം വന്നപ്പോൾ അതിൻ്റെ കമ്മിറ്റിയിൽ ഡയറക്ട് ബോർഡിലേക്ക് കയറിയിരുന്ന് അതൊക്കെ ഭരിക്കുകയും അതിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കുകയും അതേപോലെ തന്നെ ഒരുപാട് ആളുകളെ ജോലിക്ക് കയറ്റുകയും ഒക്കെ ചെയ്തത് അവരൊക്കെ തന്നെയായിരുന്നു എന്നുള്ളതായിരുന്നു നമുക്കറിയാവുന്നതാണ്. ഇതൊരു വിരോധാഭാസമാണ് ശരിക്കും പറഞ്ഞത്. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ പോകുന്നത് നല്ലതല്ല എന്ന് തിരിച്ചറിയാനായിട്ടുള്ള കഴിവെങ്കിലും ബാക്കിയുള്ളവർക്ക് ഉണ്ടാവേണ്ടത് ആവശ്യം. ഇപ്പം നിലവിൽ ഒരു കപ്പൽ വന്നാൽ, അതായത് ഈ മദർഷിപ്പൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ കൊളംബോ തുറമുഖത്തൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് 1 കോടി രൂപയോളാണ് ചിലവാകുന്നത്. ഈ പൈസയാണ് ശരിക്കും ഇനി പറയുന്നത് നമുക്ക് ലാഭമാകുന്നു, രാജ്യത്തിന് ലാഭമാകുന്നു. മാത്രമല്ല ഇത് ഈ പറയുന്ന ഈ കണ്ടെയ്നർ വന്നെടുക്കുന്ന ഈ ഷിപ്പുമായി വന്നെടുക്കുന്ന തുറമുഖത്തിൽ ലഭിക്കും. മാത്രമല്ല അതിൻ്റെ 18% GST സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് ലഭിക്കും. അപ്പം വികസനത്തിനുള്ള സാധ്യതയുമുണ്ട്. ഇനി ആ കപ്പലുകളെയൊക്കെ ഇവിടെ എത്തിക്കുക, അതിനൊരു ആർജവമല്ലേ കാണിക്കേണ്ടത്? അതിനെന്ത് നടപടി വേണം ഇവർ സ്വീകരിക്കുന്നത്? അല്ല, കപ്പലുകൾ വന്നാൽ മാത്രമാണല്ലോ ചരക്ക് ഇവിടെ ഇറങ്ങുകയും GSTയും അതേപോലെ തന്നെ പലതരത്തിലുള്ളതായിട്ടുള്ള സമ്പത്തും നമുക്ക് നമ്മുടെ സർക്കാരിന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടിയന്തരമായിട്ട് അവർ ചെയ്യേണ്ട ഒരു ജോലി എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനം ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ നമ്മളുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് പത്രത്തിലൊക്കെ വാർത്ത വന്ന് ചിരിച്ച് മുഖങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചു കയറ്റി വിട്ട് കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നെന്നാണ് അവർ കരുതുന്നത്. അവിടെയല്ല രാഷ്ട്രീയത്തിൻ്റെ ഇച്ഛാശക്തി കിടക്കേണ്ടത്, അതിനെ സമ്പൂർണ്ണമായി സാക്ഷാത്കരിക്കുന്നതിലാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിലേക്ക് ഗവൺമെൻറ് ചലിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ സമൂഹത്തിന് കഴിയും. സമൂഹം ആ തരത്തിൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, ഫോക്കസ് ചെയ്താൽ മതി. അങ്ങനെ നിരന്തരം ചർച്ചയും
അതേപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിഞ്ഞാൽ സർക്കാരിൻ്റെ സദ്വരുപക്ഷം അതിനകത്ത് കേന്ദ്രീകരിച്ച് നിന്നേക്കാം. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പൂർണ്ണ വിഴിഞ്ഞം എന്ന് പറയുന്നത് 2028 സാധ്യമാകുന്നത് എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഒരു ഒക്ടോബർ നവംബർ ആ സമയത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഘട്ടം ഘട്ടം കൃത്യമായി മുന്നോട്ട് പോകണമെങ്കിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ വല്ലാതെ ബുദ്ധിമുട്ടുമാണ്. ഖജനാവിൽ പണമില്ല സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ. അപ്പോൾ ഇത്രയും വലിയൊരു പദ്ധതിക്ക് ഇനി അത് തുരങ്കം വെക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായി തീരുമോ? അല്ല, പണം കണ്ടെത്തണം, പണം അതിനകത്തേക്ക് എന്ത് ചെയ്യണം, ഡൈവേർട്ട് ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ പദ്ധതികൾ ഇടയ്ക്ക് മുടങ്ങിപ്പോകും. ഇടയ്ക്ക് മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം അവതാളത്തിലാവും. ഒരു ബിസിനസ് പ്രോജക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് എപ്പോഴാണ് പ്ലാൻ ചെയ്ത് ആരംഭിച്ച് അത് ഇനിഷ്യേറ്റീവ് എടുത്ത് അത് അവസാനിക്കുന്ന ആ സമയം അത്രയും വരെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. മാത്രമല്ല, അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ മൂലധന നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സമയബന്ധിതമായത് പൂർത്തീകരിച്ചാൽ മാത്രമാണ് ആ പദ്ധതി ലാഭകരമായി തീരുകയുള്ളൂ. അതല്ലെങ്കിൽ ഇത് ലാഗ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ചിലവ് വർദ്ധിക്കും, അതുപോലെ തന്നെ അതിൻ്റെ റിട്ടേൺസിൻ്റെ സമയം വർദ്ധിക്കും. ഇത് രണ്ടും വലിയ നഷ്ടത്തിലേക്കായിരിക്കും കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. പദ്ധതി സ്വപ്ന പദ്ധതിയാണ്. സ്വപ്നം നമ്മൾ വിചാരിക്കുന്ന സമയത്തിനുള്ളിൽ സാക്ഷാത്കരിക്കപ്പെട്ടില്ലെങ്കിൽ ആ പദ്ധതി ബാധ്യതയായി തീരും. അപ്പോൾ കോടിക്കണക്കിന് രൂപ നഷ്ടം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പോൾ പ്രൊജക്റ്റ് എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അതിന് സമയബന്ധിതമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കണം. ഈ ഘട്ടം ഘട്ടമായി 2028 പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ് അന്ന് പൂർത്തീകരിക്കപ്പെടണം. അതാണ് പ്ലാനെങ്കിൽ. എനിക്കറിയില്ല അതിൻ്റെ സംവിധാനം എന്താണ്. പക്ഷേ പ്ലാൻ അങ്ങനെയാണെങ്കിൽ അതന്ന് പൂർത്തീകരിച്ചാൽ മാത്രമേ ഇത് ലാഭകരമായി തീരുള്ളൂ. സാറ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ 2022-23 ബജറ്റിൽ 1000 കോടി രൂപയാണ് ഈ പദ്ധതികൾക്കൊക്കെ ആയിട്ട് ബജറ്റിൽ മാറ്റിവെച്ചത്. അപ്പോൾ മാറ്റിവെച്ചതുകൊണ്ട് ഈ ഔട്ടർ റിംഗ് റോഡ് ഉറപ്പാക്കുക, വരുന്ന ഈ കണ്ടെയ്നറിലെ ഒരു 10% റോഡ് ഗതാഗതം കൊണ്ടുപോകണമെങ്കിൽ അതിനുള്ള മാർഗ്ഗം സ്വീകരിക്കുക. ഇപ്പം കൊങ്കൺ റെയിൽവേയുമായിട്ട് ചില പദ്ധതികൾ ഒപ്പിട്ടു. അതുകൂടാതെ ബാലരാമപുരത്തു നിന്ന് അണ്ടർഗ്രൗണ്ട് വഴി റെയിൽപാത ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇനിയെങ്കിലും ആസൂത്രിതമായി കൃത്യതയോടെ കൃത്യസമയത്ത് നടപ്പാക്കിയില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടങ്ങളുണ്ടാകും. അതിന് ചെയ്യാനുള്ള ആർജവമുണ്ടോ ഈ സർക്കാരിനെ? അല്ല, പിണറായി വിജയൻ സർക്കാരിനെ പല സമയത്തും നമ്മൾ പോസിറ്റീവായിട്ട് കാണുന്നത് അല്ലെങ്കിൽ അംഗീകരിക്കുന്നത് പല കാര്യങ്ങളിലും അദ്ദേഹം ഫോളോ അപ്പ് നടത്തുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഗെയിൽ പദ്ധതി അത് പൂർത്തീകരിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി വളരെ നല്ല രീതിയിലുണ്ടായിരുന്നു എന്ന് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച ഒരു കാര്യമായി. രണ്ടാമത് ഈ NH-66 പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ അതിലേക്ക് ഇച്ഛാശക്തി കാണിക്കുന്നത്. അപ്പോൾ പിണറായി വിജയന് പല കാര്യങ്ങളും നമ്മൾ ശക്തമായിട്ട് വിമർശിക്കുമെങ്കിലും ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സാധ്യത കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പദ്ധതി പൂർത്തീകരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒരു സ്വപ്നത്തോണി നമ്മുടെ വിഴിഞ്ഞത്ത് തീരത്ത് അണഞ്ഞിട്ടുണ്ട്. ഇനിയും കൂടുതൽ കപ്പലുകൾ വരട്ടെ, കൂടുതൽ വികസനം നമ്മുടെ നാട്ടിലുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.